ഓണി ഉണ്ടോ പറയും പോലെ ഉണ്ടോ? ഇത് മൂച്ചുമയിൽ കിട്ടുക. ഒരിടലിടുക. ഒരിടലിട്ടാൽ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെക്കും. ഒന്നും കൂടി ഇടുക. വീണ്ടും ഇടുക അല്ലേ? അപ്പോൾ ഇങ്ങനെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നിന്നോളൂ അല്ലേ? കറക്റ്റായിട്ട് ടയറോടെ ഹായ്, നമ്മുടെ കുട്ടികൾക്ക് ഊഞ്ഞാല കെട്ടണമല്ലോ. അപ്പോൾ ടയറുണ്ട്. അപ്പോൾ നമുക്ക് ഊഞ്ഞാല കെട്ടാനേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കയറ് വാങ്ങിക്കണം. ആദ്യം കയറ് വാങ്ങിച്ചിട്ട് നമ്മളെ നാടൻ ഊഞ്ഞാല എങ്ങനെ കെട്ടണം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, കയറുണ്ടോടാ? നമ്മളെ ഊഞ്ഞാലിട്ടാണ് അത് മതിയല്ലേ? അത്ര വേണ്ടല്ലേ? അത് വേണ്ടി കയറി കിട്ടിയിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, അത് കൊണ്ടേ എന്താ സുഖമാണ്? സുഖമല്ല? കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടാണ്. പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങിയെത്തിയിട്ട് കഷ്ടപ്പെടുന്ന മിസ്റ്റർ ആസിഫിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇങ്ങനെ ആവണം പ്രവാസികളായ അല്ലേ? എത്രയാടാ? എത്രയാണ്? കിലോ ഇല്ലല്ലേ? 1 കിലോന് 200 റുപ്യ അല്ലേ? കുറേ കാലമായിട്ട് നമ്മൾ പണ്ടുണ്ടായിരുന്ന തിരുവത്തപ്പള്ളി എന്ന് പറയും. ആ തിരുവത്തപ്പള്ളി പിന്നെ നല്ല പുതുക്കി പണിത ഒരു ടൗൺ മസ്ജിദാക്കി. കുറച്ചായിപ്പോഴും നമ്മളെ വീട് വരുന്നത് ഈ പള്ളിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഉള്ള വഴി കൂടെ വരാം. കൂട്ടായി ടൗണിൽ അങ്ങാടിയിൽ തന്നെ ഈ പള്ളിൻ്റെ സൈഡിലായിട്ട് വരും, ബാക്കിലായിട്ട്. എന്തായാലും ഊഞ്ഞാലിപ്പം എങ്ങനെ കെട്ടും എന്നുള്ളത് നമ്മൾ നോക്കണം. എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ടയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്ന് കെട്ടി നോക്കാം നമുക്ക് ഊഞ്ഞാല. നമ്മൾ ടയറിലാണ് നമ്മൾ ഊഞ്ഞാലിട്ടുണ്ട്. ഇതാർക്കൊക്കെ കെട്ടാൻ അറിയണുള്ള ആരാണ്? നെച്ചുകളിനൊക്കെ അറിയില്ലേ? എനിക്കറിയടാ. ഓണി ഉണ്ടോ പറയും പോലെ? ഉണ്ടോ? എവിടെ ഇടാനാണ് ആ മൂച്ചിൻ്റെ അത് മേല? അവിടെ അല്ലത് ആ മരക്കഷ്ണുണ്ടല്ലോ, അതിമേലൊക്കെ പോയി മുട്ടൂലേ? ഇതൊന്ന് ഇട്ടെടുത്താണ് ഊഞ്ഞാല. അളിയാങ്കാൻ വിളിച്ചോണ്ട്. അളിയാങ്ക ഉണ്ടെങ്കിൽ കെട്ടൊക്കെ നല്ല പോലെ പറഞ്ഞുതരും. ക്യാമറ അളിയാങ്ക എവിടെയാ? ദൈവ ഇതാ ഇവിടെ നല്ല അതാണ് നമ്മുടെ അളിയങ്കാൻ്റെ സാമ്രാജ്യം. അളിയങ്കാൻ്റെ സാമ്രാജ്യം എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി കൃഷികളുടെ ഒരാളാണ് മൂപ്പര്. പണ്ട് തൊട്ട് നമ്മളൊക്കെ മൂപ്പരെ കണ്ടാൽ ഓടും. കാരണം എന്തെങ്കിലും പണി തരും. കൃഷിൻ്റെതാ, അല്ലെങ്കിൽ തേങ്ങ വറുക്കാനാ, അത് വലിച്ചിട്ടാനൊക്കെ. മൂപ്പര് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വീഴ്ച വീണ്. പക്ഷെ ഇപ്പോൾ കുറേ ശരിയായി. എൻ്റെ ശേഷം ഇപ്പോൾ ആൾ ഇപ്പോൾ വീണ്ടും പറമ്പിൽ ഇറങ്ങിയാണ്. അളിയങ്ക ഒന്ന് വരി.
ഇങ്ങോട്ട് വന്ന് എന്നാൽ ഇതൊന്ന് കയറി ഇവർക്ക് എങ്ങനെ ഇത് കെട്ടല് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അത് അവർ ഇന്നെ പിടിച്ച് ഇങ്ങള് തട്ടിവിട്ടിട്ട് കയറിന് വേണ്ടിയിട്ട് 2-3 ദിവസമായി ഇപ്പോൾ കിടന്ന് കളിക്കണം. അപ്പോൾ കയറ് വാങ്ങിച്ചു. പക്ഷെ ഇതിപ്പോൾ കെട്ടലെങ്ങനെയാണെന്ന് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്ത് എന്ത് ഇത് ടയർമേലാണല്ലോ കെട്ടുന്നത്. ടയർമേൽ എങ്ങനെ കെട്ടുക? ഓട്ടാക്കേണ്ടി വരുമോ? ആ 2 കെട്ടിട്ടുണ്ട്. അല്ല പണി ഉണ്ടോ അല്ലെങ്കിൽ പറഞ്ഞേ അപ്പൊ ഇനി പിന്നെ അവിടം വരെ നടക്കണ്ടേ? ആ നിങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടാണ് പറയുമ്പോലെ. എന്താണ് വാത്തുള്ളി പറഞ്ഞത്? കയറ് കോയറ. അതാണ് ഞാൻ ചോദിച്ചത്. കയറ് വേണ്ടിട്ട് അങ്ങോട്ട് ഇടാലേ? ഇവ കുരുമുളുണ്ടാ? ആ വള്ളി മേപ്പെടുക്കണ്ടേന്. ഇപ്പൊ 3 കെട്ടിട്ടുണ്ടല്ലേ? ഇങ്ങനെ ഇങ്ങനെ 2 കെട്ടിയാൽ തന്നെ നിൽക്കോ? അതായത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ഇതുമ്മ ഒരുമ്മ കെട്ടിക്കാളി. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മൂച്ചുമൽ അധികം നീട്ടം വേണ്ടിയല്ല കയറ്. ഇല്ല, ഈ 2 തലി എപ്പോഴും കെട്ടണം കേട്ടോ. ആ ഫ്രണ്ട് അല്ലേ? അല്ലാഞ്ഞാലേ ഇത് ഇതായിക്കോളും. ഇത് മൂച്ചുമയിൽ ഇടുക, ഒരു ഇടലിടുക. ഒരു ഇടലിട്ടാൽ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും. ഒന്നും കൂടി ഇടുക, വീണ്ടും ഇടുക അല്ലേ? അപ്പൊ ഇങ്ങനെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിന്നോളൂ അല്ലേ? കറക്റ്റ് ആയിരിക്കും. പിന്നെ ലൈന് കറക്റ്റ് ആയിട്ട് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു അയിമ കെട്ടുക, മറ്റേ തല അതും കെട്ടുക, ലൂസാക്കിയിട്ട് കൊടുക്കല്ലേ? അല്ല അതന്നെ. എത്ര ഹൈറ്റ് വേണമെന്ന് വെച്ചാൽ അനുസരിച്ച് കെട്ടുക. അതന്നെ. അല്ല നമ്മൾ മുളക് കയറി കെട്ടൊന്നും വേണ്ട. ഇത് അയിമൽ തോട്ടിട്ട് വേണ്ടി കെട്ടിക്കളാ. ഇട്ട് നോക്കട്ടെ. തോട്ടിട്ടാളിട്ടാളാ. അവിടെ നീട്ടുള്ള തോട്ടിണ്ട്, അതുകൊണ്ട് കണ്ട് ഇട്ടാ മതി. എടുക്ക് അതിലോ കയറ് പിടിച്ചിടുന്നോട്. അടുക്ക് അവിടെ ഇടല്ലേ? അടുക്ക് കയറെടുക്ക്. ഇപ്പൊ എന്തിനാണ് അസറോ വെറുതെ എങ്കിലും ഊഞ്ഞാലോ? 2 ദിവസം കഴിഞ്ഞാൽ സാധനം അത് പോകും. അല്ല കുട്ടൻ്റെ അംസഖാൻ വലക്കട തുറന്നിട്ടില്ല. അതുപോലെ തന്നെ അംസഖാൻ്റെ കടയും തുറന്നിട്ടില്ലേ? കുട്ടേട്ടൻ്റെ കട നിന്നിട്ട് ക്യാമറ അത് അവിടെ ഇരുന്നോളൂ, അത് കുഴപ്പമില്ല. ക്യാമറേ ഇത് ഇവിടെ ഇടാനാണോ? ഇവിടെ ഇടാനോ? കുടിച്ച് അയച്ചിട്ടാണ്. ഇതിപ്പോഴും അതുമ്പോ തന്നെ അവിടെ പോയി കുത്തൂലേ? ഇതുമല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഇട്ടാല് ഇങ്ങനെ ആടൂലല്ലോ. ഇങ്ങനെയല്ലേ ആടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇതും ഇടണോ? ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താ തോട്ടിയുടെ തോട്ടെടുത്തോണ്ടാ?
റെഡി പോരാ ഇത് പോരാ ഊഞ്ഞാല അപ്പോൾ റെഡി. നീ വീണിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടാ. അതെ അതെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി നോക്കി ബാക്കിലേക്ക് ആടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ. അപ്പം നമ്മുടെ ഊഞ്ഞാൽ റെഡിയായി. വെറുതെ നമ്മളെ കുട്ടികളെ ആഗ്രഹത്തിലുള്ള ഒരു വന്നപ്പോൾ അതൊരു വ്ളോഗാക്കിയാണ്. പിന്നെ ആരെങ്കിലും ഇത് കാണുന്ന ഒരു സാമ്പാറോട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.